സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്ത് വരുന്ന CPO, WCPO, ASM പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെ? പൂനെ. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഓപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ്. ഗ്രോത്ത് ഇന്ത്യ. 2025 ഏപ്രിൽ 22 ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശം പഹൽഗാം. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 2025 ഏപ്രിൽ 22. IPL ക്രിക്കറ്റ് മത്സരത്തിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ആഗോള ബോക്സ് ഓഫീസിൽ 250 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമ എമ്പുരാൻ. മണ്ടേലയോടൊപ്പം പോരാടിയ 2 മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജി ഷഹീദ്. അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം IISR സൂര്യ. IISR സൂര്യ എന്നത് മഞ്ഞൾ ഇനമാണ്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2025 വേദി വർക്കലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കം വിജയലക്ഷ്മി. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. നിയമസഭാ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം ഗാണ്ടീവ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തി. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി. 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമ ദിനങ്ങളാണ്. 14. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ബോൾഗാട്ടിയാണ്. കൊച്ചിയിലെ ബോൾഗാട്ടി. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 കൊച്ചിയിലെ ബോൾഗാട്ടിയിലാണ് നടന്നത്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ്.
ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്ക, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ആസ്ഥാനം ഡൽഹിയാണ്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? രണ്ടാമത്തേത് കുലശേഖരപട്ടണമാണ്. കുലശേഖരപട്ടണം. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻറ്റർ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? നിർമ്മിത റൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? 73%. സെൻട്രൽ വിസ്റ്റ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. സെൻട്രൽ വിസ്റ്റ പദ്ധതി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം PR ശ്രീജേഷ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ്. 2024 ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് RLV, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന് നൽകിയിരിക്കുന്ന പേര് പുഷ്പക് എന്നാണ്. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു ആണ്. തോമസ് മാത്യു. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 807 രൂപ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര് ശ്രീ അന്നം, ശ്രീമന്ന എന്നിവ മരച്ചീനി ഇനങ്ങളാണ്. നീതി ആയോഗ് ICMR തിരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ബീഹാറിന്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 1 മിനിറ്റും 24 സെക്കൻഡും മാത്രം നീണ്ടുനിന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം എന്ന റെക്കോർഡ് ഏത് ഗവർണറുടെ പേരിലാണ്? ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിലാണ്. ഭിന്നശേഷിക്കാരായ യുവതിയുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘം ഋതം. ജിംനേഷ്യം കേന്ദ്രങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന ഓപ്പറേഷൻ ശരീര സൗന്ദര്യം. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വെങ്ങപ്പള്ളിയാണ്. ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വെങ്ങപ്പള്ളി. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യ AI പ്രോസസർ കൈരളി. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ K-REAP. സോഫ്റ്റ്വെയറിന്റെ പേര് K-REAP. 2024 അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി ബിപുൽ റേക്കൻ. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് ട്രാസ്ന. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ നിർമ്മിത ബുദ്ധി. അന്തരിച്ച PN നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാക്യാർ കൂത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത്
കൊല്ലമാണ്, കൊല്ലം. കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമലയാണ്. ചൂരൽമല ഏത് പഞ്ചായത്തിലാണ് എന്ന് ചോദിച്ചാൽ മേപ്പാടി പഞ്ചായത്താണ്. താലൂക്ക് വൈത്തിരി താലൂക്ക്. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് കായംകുളം. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദ്. പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ HV ഈശ്വർ. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ്. 2019-2025 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക സംവിധാനം സ്വാറൈ. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിക്ക് അർഹനായത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിക്ക് അർഹനായത് ചെറുവയൽ രാമൻ. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരമാണ്, കണ്ണപുരം. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ് പാട്രിയറ്റ്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2024 സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ചത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇക്യൂബ്. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യം പൊളാരിസ് ഡോൺ മിഷൻ. സ്റ്റോപ്പ് ക്ലോക്ക് നിയമ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനം. സ്റ്റോപ്പ് ക്ലോക്ക് നിയമം പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനമാണ് ക്രിക്കറ്റ്. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അദ്ദേഹം സഞ്ചരിച്ച പായ്വഞ്ചിയുടെ പേരാണ് ഭയാനക്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2025 വേദിയായത് വർക്കലയാണ്, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് കൈപ്പർ. പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എത്രയായിട്ടാണ് കുറച്ചത്? നിലവിൽ 11 ക്ഷേമനിധി ബോർഡുകളാണ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നീള. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായ വ്യക്തി PR ശ്രീജേഷ്. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ബാങ്ക് നെറ്റ്. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 15. നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിഖിൽ ബി ഖോ താരമാണ്. ഖോ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സഖി. ദ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ SAKHI സഖി.
2025 ആകാശത്ത് 6 ഗ്രഹങ്ങൾ നിരയായി വന്ന ദിവസം ജനുവരി 25. 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യം NVS-02. 2025 ദേശീയ ഗെയിംസിൽ ഭാരത് ദഹന മത്സരത്തിൽ സ്വർണം നേടിയ മലയാളി വനിത സുഫ്ന ജാസ്മിൻ. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായി സ്വർണം നേടിയ വനിത ഹർഷിത ജയറാം. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യറാണ്. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുമി, ദക്ഷിണ കൊറിയയിലെ ഗുമി. 31ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് കാമി റീത്ത ഷെർപ്പയാണ്. എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ എവറസ്റ്റിന് മുകളിൽ ഏറ്റവും കൂടുതൽ തവണ എത്തിയ മനുഷ്യൻ. 31 തവണ എവറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് കാമി റീത്ത ഷെർപ്പ. 2025 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ചിറയൻകീഴും വടകരയുമാണ്. വടകര അമൃത് സ്റ്റേഷനുകൾ ഇന്ത്യൻ റെയിൽവേയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ചരിത്രപരമായ നീക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാമതെത്തിയ സംസ്ഥാനം ഒഡീഷ. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ബന്ധു ക്ലിനിക്. 2025 ബന്ധു ക്ലിനിക്. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2020 ബന്ധു ക്ലിനിക് തുടങ്ങിയത്. ദേശീയ ആരോഗ്യ ദൗത്യം, എറണാകുളം ജില്ലാ ഭരണകൂടം, സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നിവയുടെ കൂട്ടായ്മയിലാണ് ബന്ധു മൊബൈൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം. അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ബന്ധു ക്ലിനിക്കിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത് പ്രജ്ഞാനന്ദയാണ്. വിശ്വനാഥ് ആനന്ദിന് ശേഷം ഒന്നിലധികം സൂപ്പർ ടൂർണമെന്റുകൾ നേടുന്ന ഏക ഇന്ത്യക്കാരനായി പ്രജ്ഞാനന്ദ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. 2025-26 കാലയളവിലേക്കുള്ള ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യ. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് എന്ന്. 2025 ഏപ്രിൽ 21 രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് തോമസ് ബാച്ച്. ലോക വനിതാ ചെസ് ചാമ്പ്യനായത് ജു വെൻജുൻ, ചൈനീസ് താരം ജു വെൻജുൻ. 2025 സമാധാനത്തിനുള്ള ഗോൾഡൻ മെർക്കുറി സമ്മാനം നേടിയത് ആരാണ്? ടെൻസിൻ ഗ്യാറ്റ്സോയാണ്. ദലൈലാമയായ ടെൻസിൻ ഗ്യാറ്റ്സോയാണ് ഗോൾഡ് മെർക്കുറി സമ്മാനം നേടിയത്. റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് ഉദയ്പൂർ, ഇൻഡോർ എന്നിവ. രാജസ്ഥാനിലെ ഉദയ്പൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്. 2025 മെയ് 2. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ദി കുംബായ സ്റ്റോറി. 2025
ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം ഹാർട്ട് ലാമ്പ്. ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ദീപ ബാസ്തി. 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് ഭദ്രേഷ് ദാസ് സ്വാമി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആനോയുടെ പിറകെ ഗാമയുടെ പിറകെ എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ബെന്യാമിൻ GR ഇന്ദുഗോപൻ എന്നിവർ. 2027 നടക്കാനിരിക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2027 നടക്കുവാനിരിക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കർണാടക. 2024 ഭാരത് രത്ന ലഭിച്ച ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി MS സ്വാമിനാഥൻ. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി സണ്ണി തോമസ്. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റിനാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലം. ലോകസഭാ സ്പീക്കർ ഓം ബിർള. 18ാമത് ലോകസഭയിലെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ഭർതൃഹരി മെഹ്താബ്. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതി 1-0. പദ്ധതിയുടെ പേര് 1-0. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 6 മെഡലുകൾ, 1 വെള്ളി, 5 വെങ്കലം. ഇന്ത്യയിലെ ആദ്യത്തെ 6G ലാബ് ആരംഭിച്ചത് എവിടെ? ബംഗളൂരു. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. 2024 സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പുരസ്കാരത്തിന് അർഹനായത് ജോസ് പനച്ചിപ്പുറമാണ്. ദോഷകരമായ കീടനാശിനി എക്സ്പോഷനിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സ്യൂട്ട് കിസാൻ കവച്.
ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് പ്രേവോ ആണ്. റോബർട്ട് പ്രേവോ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ഇദ്ദേഹം. ലിയോ 14 എന്നാകും അറിയപ്പെടുന്നത്. 267 മാർപ്പാപ്പ. ആഗോളതലത്തിൽ ഗ്രീൻ സ്റ്റീലിന് ടാക്സോണമി നിർവചിച്ച രാജ്യം ഇന്ത്യ. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. സ്പെഡെക്സ് മിഷൻ ആരംഭിച്ച ബഹിരാകാശ സംഘടന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ഫ്രഞ്ച് മരുന്ന് കമ്പനിയായ വാൽനേവ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ ചിക്കൻ ഗുനിയ വാക്സിൻ ഇക്സ്റ്റിക്. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയം. ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. 1 സ്റ്റേറ്റ് 1 RRB. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ആദ്യത്തെ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201, കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ISRO. സമയകൃത്യത പാലിക്കുന്ന റെയിൽവേ ഡിവിഷനുകളിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശതമാനം കൈവരിച്ചത് പാലക്കാട് ഡിവിഷൻ. ബിയോണ്ട് സ്ക്രീൻസ് എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ ഡീടോക്സ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം കർണാടക. UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ടീം ബ്രിഡ്ജ് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം ചിരഞ്ജീവി. മാഞ്ഞുപോയ ശംഖുമുദ്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ MG ശശിഭൂഷൺ. പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി. വയനാടൻ ടൊറന്റ് ഡാർട്ട്. ലോക അത്ലറ്റിക് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരങ്ങളുടെ വേദി ഇന്ത്യ. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് K ജയകുമാറിനെ അർഹമാക്കിയ കവിതാ സമാഹാരം പിങ്കള കേശിനി. അന്റാർട്ടിക്കയിൽ ചൈന നിർമ്മിച്ച റേഡിയോ ദൂരദർശിനി. ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കർണാടക. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 24 മെഡലുകൾ. 8 ഗോൾഡ്, 10 സിൽവർ, 6 ബ്രോൺസ്. 2024 ഉള്ളൂർ ഉള്ളൂർ പുരസ്കാരം നേടിയത് മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഫൈനലിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്.
ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാണ് RBC വിജയിച്ചത്. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ CR പ്രസാദ്. UN പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്നലീന ബെർബോക്ക്. ഏറ്റവും കൂടുതൽ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി കാനഡ. 2025 ജൂണിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 91. അടുത്തിടെ കൂട്ടിച്ചേർക്കപ്പെട്ട രാജസ്ഥാനിലെ സ്ഥലങ്ങളാണ് കിച്ചൻ, മേനർ എന്നിവ. 2025 ജൂണിലെ കണക്ക് പ്രകാരമുള്ള പുതിയ റിപ്പോ നിരക്ക്. നിലവിൽ റിപ്പോ നിരക്ക് 5.5%. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവത്കൃത ആദിവാസി കോളനി നടുപ്പതി, പാലക്കാട് ജില്ല. പുരുഷ സൗന്ദര്യ മത്സരമായ റുബാറു മിസ്റ്റർ ഇന്ത്യയിൽ 2025 കബെല്ലറോ യൂണിവേഴ്സൽ പദവി സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയാണ് R അനന്തകൃഷ്ണൻ. 2025 ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിരയായ കപ്പൽ MV വാൻഹൈ 503. 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ഐറീന. 2025 ജൂൺ 12 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് അഹമ്മദാബാദ്. ബോയിങ്ങിന്റെ 787-8 ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസഡറായിട്ട് നിയമിതയായത് കത്രീന കൈഫ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് മാഗ്നസ് കാൾസൺ. 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം നേടിയത് തരുൺ മൂർത്തി. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി വിശാഖപട്ടണം. അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. അറബിക്കടലിൽ സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.